ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാൻ സ്വിഫ്റ്റിൽ എങ്ങനെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് സിപ്പ് ഫയൽ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് സിപ്പ് ചെയ്യാം, അതിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം എന്നാണ് കേട്ടോ. നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫയൽസ് കിട്ടുക സിപ്പ് ഫയലായിട്ടാണ്. സോ ഒന്നും ചെയ്യാനില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്റ്റ് എടുക്കുക. സോ ഏതിലാണോ ഏത് ഫോൾഡറിലാണോ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടത് ആ ഫോൾഡർ സേവ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ഫോൾഡർ കൊടുക്കുക, അതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യുക. സോ നമുക്ക് എന്താകും, ആ സിപ്പ് ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യും. ഇത് എത്ര ഫയൽസ് ഉണ്ടോ അത് സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് അധികം ഫയൽസ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ വലിയ PDF ഒക്കെ ആണെങ്കിൽ ആ PDFനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് സിപ്പ് ഫയലായിട്ടായിരിക്കും കിട്ടുക. സോ അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, സിപ്പ് ഫയലിനെ എങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാമെന്നാണ്. സോ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ പ്ലാൻ സ്വിഫ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലാൻ സ്വിഫ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് അതിനെങ്ങനെ നമുക്ക് ഒരു ന്യൂ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം ഫ്രം ദ ബിഗിൻ ടു എൻഡ് വരെ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ബ്ലോക്ക് വർക്ക് ചെയ്തിട്ട് ബ്ലോക്ക് വർക്കിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ വിൻഡോസും ഡോസും ഒക്കെ ഡിഡക്റ്റ് ചെയ്യണം. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് നമ്മൾ ജോബ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ന്യൂ ആയിട്ടുള്ള ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കുക. മെഷർമെൻറ്റ് ടൈപ്പ് മെട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കാറ്. സോ നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ സാധാ പോലെ തന്നെ ഫയൽ ഏതാണോ വേണ്ടത്, ആ ഫയൽ ഏത് ഫോൾഡറിനാണോ ആ ഫയൽ ആവശ്യമുള്ള ഫയൽസ് സെലക്ട് ചെയ്യുക. ചെക്കാൾ കൊടുത്താൽ എല്ലാ ഫയലും സെലക്ട് ആവും. സോ നമുക്ക് വേണ്ട ഫയൽസ് മാത്രം എടുത്ത് സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. സോ ഫിനിഷ്, ലാസ്റ്റ് സ്റ്റേജ് ഫിനിഷ്. കുറച്ച് സമയം എടുക്കും കേട്ടോ. സോ ഞാനത് എന്താ പറയുക, സാധാരണ നമ്മൾക്ക് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ആയി വരും, കുറച്ച് സമയം എടുക്കും. സോ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്കിങ്ങനെ ഓരോ ഫോൾഡർ കിട്ടും. അതിൽ ഏത് ഫയലാണോ നമുക്ക് വേണ്ടത്, ഏത് ഫയലാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്, ഒന്നെങ്കിൽ പേര് മാറ്റി കൊടുക്കുക കേട്ടോ. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും പ്രോപ്പർട്ടീസ് പോയിട്ട് പേര് മാറ്റി കൊടുക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്ലാൻ സ്വിഫ്റ്റിൻ്റെ ബിഗിനിങ് തൊട്ടിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ടെംപ്ലേറ്റ് ചെയ്യുക. കാരണം അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാൻ സ്വിഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ബിഗിൻ ചെയ്യുക. നമ്മൾ ഇനി എന്താ ചെയ്യുക, ഒരു പ്ലാൻ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക, സ്കെയിൽ സെറ്റ് ചെയ്യും. ഒന്നുകിൽ ഓട്ടോമാറ്റിക് സ്കെയിലിംഗ് അല്ലെങ്കിൽ മാനുവൽ സ്കെയിലിംഗ്. ഞാൻ മാനുവൽ സ്കെയിലിംഗ് ആണ് എടുക്കാറ്. സോ ഞാൻ മാനുവൽ സ്കെയിലിങ്ങിൽ 2 വാല്യൂ, ഒന്ന് എക്സ് വാല്യൂ, ഒന്ന് ഹൊറിസോണ്ടലിയും ഒന്ന് വെർട്ടിക്കലിയും സ്കെയിലിംഗ് ചെയ്ത് കൊടുക്കും. സോ അതെന്ന് പറഞ്ഞാൽ വെച്ചാൽ അക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമുക്ക് ഒരിക്കലും മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിതിപ്പോൾ നെക്സ്റ്റ് ഞാൻ ആ ഒരു സ്കെയിലിംഗ് ചെയ്തു. സ്കെയിലിംഗ് എക്സ് ആക്സിസിൽ ചെയ്യാണ്. എക്സ് ആക്സിസ് മീൻസ് ഹൊറിസോണ്ടലി ഞാൻ ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്ക് മാഗ്നിഫൈ ചെയ്യണമെങ്കിൽ M നിൽക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഫസ്റ്റ് ഉള്ള ട്യൂട്ടോറിയൽ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. കാരണം അത് കണ്ടിട്ട് മാത്രം ഇതിലോട്ട് വരിക. കാരണം അതൊരു ബേസ് ലെവലാണ്, ബേസിക് ലെവലാണ്. സോ ആ ഒരു ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, വെർട്ടിക്കലും കൊടുക്കുക. വെർട്ടിക്കലും കൊടുത്ത് സ്കെയിലിംഗ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സോ അത് കാണുക. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെയിലിംഗ് ചെയ്തു. ഇനിയാണ് നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മുകളിലായിട്ട് കുറേ ഇതുണ്ട്, ഹോം, പേജ്, ടൂൾസ്, വ്യൂ, എസ്റ്റിമേറ്റിംഗ്, ലിസ്റ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ സൈഡിലായിട്ട് ടെംപ്ലേറ്റ്, പാർട്ട്, ഇൻപുട്ട്, ഇതിവിടെയാണ് നമ്മൾ ടെംപ്ലേറ്റ് വന്ന് കിടക്കുക. ഞാനിവിടെ ടെംപ്ലേറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടെംപ്ലേറ്റ് എടുക്കുക. ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ ഓൾറെഡി ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഏതൊക്കെ ഉണ്ടോ ആ ഒരു ടെംപ്ലേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും വരും. സോ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ആവശ്യമില്ല, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ പുതിയൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം എന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അതിന് ഫസ്റ്റ് നോക്കേണ്ടത് ന്യൂ ടാബ് ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിലോട്ട് പേര് കൊടുക്കാം. അതിൽ പേര് കൊടുക്കുമ്പോൾ സംതിങ് എന്താണോ നമുക്ക് വേണ്ടത്, ഞാൻ ഇപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ ടാബ്. അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക. അത് ഞാൻ പേര് കൊടുത്തു, എൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം നമുക്കൊരു പുതിയൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയി കേട്ടോ. ഒരു പുതിയ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മുടെ നെയിം, ഡിസ്ക്രിപ്ഷൻ, ആ ഒരു പ്രൈസ്, ഈച്ച്, കളർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ ഹോമിലോട്ട് പോയിട്ട് നമ്മളിവിടെ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ്സിന് ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലേ, ആ ടെംപ്ലേറ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ബ്ലോക്ക് വർക്കാണ്. സോ ബ്ലോക്ക് വർക്കിൻ്റെ ഒരു ബ്ലോക്ക്, ആ ബ്ലോക്ക് വർക്കിൻ്റെ ഒരു ഹൈറ്റും
അതേപോലെ തന്നെ ലെങ്ത്തും വെച്ചിട്ട് അത് ആ ഒരു ഏരിയ എങ്ങനെ കാണാമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. പിന്നെ അതിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിൻഡോസും ഡോസിൻ്റെ ഡിറക്ഷനും അതിൽ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ. ഞാനെന്ത് ചെയ്തു, നമ്മൾ ടെംപ്ലേറ്റിലോട്ട് വന്നു, അതിൽ ന്യൂ ലീനിയർ എന്നെടുത്തു, അതിൽ ബ്ലോക്ക് വർക്ക് എന്ന് കൊടുത്തു. എന്താ കാട്ടിയത്, ടെംപ്ലേറ്റിലോട്ട് തന്നെ വന്നു, ന്യൂ ലീനിയർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതെടുത്തു, അതിൽ ബ്ലോക്ക് വർക്ക് വന്ന് കൊടുത്തു, കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം, അതൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ആ ഒരു സംഭവത്തിൽ തന്നെ അഡ്വാൻസ്ഡ് എന്ന ലെവൽ ഉണ്ട്, അഡ്വാൻസ്ഡ് എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിലാണ് നമ്മൾ മെയിനായിട്ട് ഇനി ചേഞ്ചസ് വരുത്താൻ പോകുന്നത്. അതിലാണ് നമ്മൾ ഇക്വേഷൻസ് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയതൊക്കെ ആഡ് ചെയ്യാനൊക്കെ പോകുന്നത്. ഈ ഫില്ലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടേക്ക് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരും. അതിൽ വാൾ ഹൈറ്റ് കണ്ടോ, വാൾ ഹൈറ്റ്, അതിൽ വാൾ ഹൈറ്റ് കൊടുക്കാം. ആ വാൾ ഹൈറ്റിൻ്റെ ഇത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കണ്ടോ, ആ ഒരു ചെക്ക് ലിസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക. വാൾ ഹൈറ്റിൻ്റെ താഴെയായിട്ട് വിഡ്ത്തും ഉണ്ട്, വാളിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു എന്താ പറയുക ഏരിയ കാണും. സോ അതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഞാൻ രണ്ടും ടിക്ക് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. സോ ഇനി നമുക്ക് ചെയ്യുമ്പോൾ നോക്കുക, അതിൽ കണ്ടോ വാൾ ഹൈറ്റും വിഡ്ത്തും വന്നത്, വാൾ ഹൈറ്റും വിഡ്ത്തും അതിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഡിഡക്ഷൻസ് വരും. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ടെംപ്ലേറ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ടെംപ്ലേറ്റ് ഇല്ലേ, എന്താ നമ്മൾ ചെയ്തത്, ഇതേപോലെ വാൾ ഹൈറ്റും വിഡ്ത്തും വന്നു, അതിൻ്റെ യൂണിറ്റ് സ്ക്വയർ മീറ്ററാണ്, അതും കൊടുത്തു. ആ ഒരു ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് ടെംപ്ലേറ്റിൽ പോയിട്ട് ഒന്നും കൂടി റീചെക്ക് ചെയ്യുക. അത് ആ ഒരു പ്രോപ്പർട്ടീസ് എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രോപ്പർട്ടീസ് വരും. അല്ലെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താലും വരും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത ശേഷം അതിൽ അഡ്വാൻസ്ഡ് എടുത്ത ശേഷം എന്താ ചെയ്യുക, ആ ഒരു യൂണിറ്റ് എസ്റ്റിമേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ അത് സെറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഫോം ലേഔട്ടിൽ പോയിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഏതൊക്കെ എങ്ങനെയൊക്കെ വരണം എന്നൊക്കെ അതിൽ റീഅറേഞ്ച് ചെയ്യുക. ഒരു ഓർഗനൈസേഷനാണ് ഇവിടെ. ഫോം ലേഔട്ട് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പോൾ വാൾ ഹൈറ്റിൻ്റെ താഴെ തന്നെ വാൾ വിഡ്ത്ത് വരണം, അല്ലെങ്കിൽ സെയിം റോ അല്ല, ആ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയൊക്കെ വരണം, വാൾ ഹൈറ്റ് എങ്ങനെ വരണം അല്ലെങ്കിൽ വിഡ്ത്ത് എങ്ങനെ വരണം എന്നൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ലേഔട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് മുകളിലായിട്ട് തന്നെ കണ്ടില്ല ആ ഒരു ഓപ്ഷൻ. സോ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു വാൾ ഹൈറ്റ് എടുത്ത് അതിനൊക്കെ നമ്മളെന്ത് അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞ ശേഷം ഒരു ഓർഗനൈസേഷനാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ. ഇനി ഇതിന് ശേഷം എന്താ ചോദിച്ചാൽ വാൾ ഹൈറ്റ് ഉണ്ട്, വാൾ വിഡ്ത്ത് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ടിക്ക് ചെയ്തിട്ടു. ഇനി ഇതിൽ എസ്റ്റിമേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഇത് വരണം. എസ്റ്റിമേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ എന്ത് വരണം, നമ്മൾ ഈ വാൾ ഹൈറ്റും കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ഇതവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ടേക്ക് ഓഫ് ഉണ്ടോ, അതിൽ എന്ത് വേണം, ഒരു ടേക്ക് ഓഫ് പറയണത് നമ്മൾ അവിടെ എടുക്കുന്ന വാല്യൂ ആണ്. നമ്മളിപ്പോൾ ലീനിയർ മെഷർമെൻറ്റ് അവിടെ എടുക്കുമല്ലോ, അപ്പോൾ അതേ ഇൻറ്റു ഹൈറ്റ് വരണം. അതിന് വേണ്ടിയിട്ട് അതേ ഇൻറ്റു ഹൈറ്റാണ് എന്ത് ആ ഒരു സ്ക്വയർ മീറ്റർ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ടേക്ക് ഓഫ് ഇൻറ്റു എന്താ വരിക, വാൾ ഹൈറ്റ്. ടേക്ക് ഓഫ് ഇൻറ്റു വാൾ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇത് കാണാൻ പറ്റൂ. ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഡാറ്റ ഇവിടെ നിന്ന് ആ ഒരു ഡാറ്റ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഈ ഒരു ഇതുവരെയുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ എടുക്കുക. അഡ്വാൻസ്ഡ് ലെവൽ എടുത്ത ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക കേട്ടോ. ഇതിൽ നമ്മൾ ആ ഒരു ചെക്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ ആ ഒരു ഡാറ്റ അവിടെ ഉണ്ടാവുക. ഇത് പറയണത് ഫോം ലേഔട്ട് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആക്കിയാൽ ആ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷന് വേണ്ടിയിട്ട്, എവിടേക്കാണോ വേണ്ടത് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ഫോം ലേഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുവരെ ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ മെഷർ ചെയ്യണം. ഇതിൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് അഡ്വാൻസ്ഡിൽ പോയിട്ട് നമുക്ക് ഈ ഒരു വാളിൻ്റെ ഹൈറ്റ് നമുക്കറിയാം, വാളിൻ്റെ വിഡ്ത്ത് ഒക്കെ ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇതൊക്കെ ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. ഇതിൽ അഡ്വാൻസിൽ പോയാൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. നമുക്ക് വേണ്ടത് എന്താണ്, എസ്റ്റിമേറ്റിംഗ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കിട്ടേണ്ടത്. ടേക്ക് ഓഫിൽ നമുക്ക് ലീനിയർ മെഷർമെൻറ്റ് പോസിബിൾ ആണ്.
സോ ആ ഒരു ക്വാണ്ടിറ്റി അറിഞ്ഞത് നമുക്ക് ഇൻറ്റു വാൾ ഹൈറ്റ് ചെയ്യുമ്പോഴല്ലേ ആ ഒരു ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. സോ ഞാൻ അതിനൊന്ന് ബ്രാക്കറ്റിലാക്കി. ഇത് ഒരിക്കലും ഈക്വേഷൻ തെറ്റരുത് കേട്ടോ. ഈക്വേഷൻ തെറ്റിയാൽ പിന്നെ ഒക്കെ പോയി, നമുക്ക് ഉത്തരം കിട്ടില്ല. പിന്നെ അതിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്യുക. സ്ക്വയർ മീറ്റർ ആണെങ്കിൽ സ്ക്വയർ മീറ്റർ, സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റ്, വാട്ടവർ നിങ്ങൾ ഏതിലാണോ ചെയ്യുന്നത് അത്. ദെൻ അത് ആ ഒരു ഓപ്ഷനിൽ ടിക്ക് ചെയ്തിടുക. ആ ഓപ്ഷൻ ടിക്ക് ചെയ്തിടുമ്പോൾ നമുക്ക് ഫോമിലോട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സെക്ഷൻ. ആ ക്വാണ്ടിറ്റി പറഞ്ഞ സെക്ഷൻ എന്താ, നമ്മൾ എടുക്കുന്ന ടേക്ക് ഓഫ് ലീനിയർ മെഷർമെൻറ്റ് ഇൻറ്റു വാൾ ഹൈറ്റ് ആണ് കേട്ടോ. സോ ഞാൻ അഡ്വാൻസ്ഡ് സെക്ഷന് ഈ ഒരു സംഭവം ഇതുവരെ ഉള്ളത് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ അഡ്വാൻസ്ഡ് ലെവൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് അഡ്വാൻസ്ഡ് ലെവൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇത്രയും കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് എന്താ പറയുക, ഹോമിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോമിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രീൻ കളറിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വാൾ ഹൈറ്റ് എത്രയാണോ വേണ്ടത് ആ വാൾ ഹൈറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 മീറ്റർ ഞാൻ അതിൽ മെഷർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് റാൻഡമിലി ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഞാനൊരു ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കൊടുത്തു. അതേപോലെ തന്നെ വിഡ്ത്ത് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഞാനിപ്പോൾ ഇതിൻ്റെ വാളിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് എന്നുള്ളത് 0.8 ആക്കി കൊടുത്തത്. ശരിക്കും ഇത് ബ്ലോക്ക് വർക്ക് അല്ല കേട്ടോ, ഇത് കോൺക്രീറ്റിൻ്റെ ഒരു വർക്കാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത പോലെ കൊടുത്തു എന്നുള്ളൂ. ജസ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. നമുക്ക് ഇതുപോലെ കിട്ടി. ഞാനിതിൻ്റെ മെഷർമെൻറ്റ് വന്നു. ഓക്കെ, ദെൻ എസ്കേപ്പ് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഇതേപോലെ ഞാൻ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇനി ഇതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കതല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഞാനിതന്നെ കണ്ടിന്യൂ വിത്ത് കൊടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ വിത്ത് കൊടുത്താൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ വരും. ഏതാണോ കണ്ടിന്യൂ ചെയ്യേണ്ടത് അത് ബ്ലോക്ക് വർക്ക്, ഞാനത് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു. സോ ഇതെന്താ വെച്ചാൽ നമുക്കൊരു പർട്ടിക്കുലർ വർക്ക് ചെയ്താൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. കണ്ടിന്യൂഷൻ ഇങ്ങനെയും ചെയ്യാം, കണ്ടിന്യൂ വിത്ത് കൊടുത്തിട്ടും ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടൊരു റെഡ് കളർ ഉണ്ടാകും, റെഡ് കളർ ക്ലിക്ക് ചെയ്താലും കിട്ടും. സോ ഇതുവരെയുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോ ചെയ്തു. ഇത് നമുക്കെന്താ പറയുക വെച്ചാൽ ഒരു ബ്ലോക്ക് വർക്ക് റെഡിയാണ്. ഇപ്പോൾ അവിടെ ബ്ലോക്ക് വർക്ക് മാത്രമാണോ, ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് വർക്ക് റെഡിയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ലീനിയർ മെഷർമെൻറ്റും മൾട്ടിപ്പിൾ ചെയ്ത് അതിനെ സ്ക്വയർ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു മെഷർമെൻറ്റാണിത്. നമുക്ക് ആദ്യമൊക്കെ നമ്മളെന്താ ചെയ്തിരുന്നത്, ലീനിയർ മെഷർമെൻറ്റ് എടുത്തിട്ട് അതേ ഇൻറ്റു വാളിൻ്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അതൊന്നല്ല ഇവിടെ കിട്ടുക. ഇവിടെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടെംപ്ലേറ്റ് ഫോം ചെയ്യുമ്പോൾ ആ വാളിൻ്റെ ടോട്ടൽ ഏരിയ ആ ഒരു വാളിൻ്റെ ഹൈറ്റും ആ ലീനിയർ മെഷർമെൻറ്റും കൂടി മൾട്ടിപ്പിൾ ചെയ്ത റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഞാൻ ഷോ ലെജൻഡ് കൊടുത്തിട്ടോ. ഷോ ലെജൻഡ് കൊടുത്തപ്പോൾ ഇവിടെ കാണില്ലേ 56.7 സ്ക്വയർ മീറ്റർ പറഞ്ഞാൽ എന്താ, മീറ്റർ സ്ക്വയർ. സോ ഇത് വളരെ എളുപ്പമാണ്. ഈ നെക്സ്റ്റ് നമുക്ക് ഡിഡക്ഷനും കൂടി ചെയ്യാം.